കുറിപ്പെന്ന് പറഞ്ഞാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വേട്ടയാടാവോ അതിലൊക്കെ വേട്ടയാടി അവസാനം എന്താ പറയുക, മരണത്തിൽ പോലും വളരെയധികം വേട്ടയാടൽ നടത്തുവാനുള്ള ശ്രമം. അതിനുശേഷം ഇലക്ഷൻ സമയത്തും ഞാൻ പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ സമയത്തും ഇതൊക്കെ ഉപയോഗിച്ചു. ഉമ്മൻചാണ്ടിയെ ഉപയോഗിച്ച് കുടുംബത്തെ വേട്ടയാടി, ഉമ്മൻചാണ്ടി ഉപയോഗിച്ച് കുടുംബത്തെ വേട്ടയാടി, കുടുംബത്തെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയെ വേട്ടയാടി. എനിക്ക് എവിടെയൊക്കെ ഭൂമി തന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് കമ്പനി തന്നു, ഈ സ്ഥലമൊന്നും അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടുമില്ല, ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചു പറഞ്ഞിട്ടുമില്ല. ഫിലഡൽഫിയ തൊട്ട് ഇവിടെ നമ്മുടെ ബാലരാമപുരം വരെ ഭൂമി ഉണ്ടെന്ന ഏതെങ്കിലും ഒരു ഭൂമി കണ്ടുപിടിച്ച് തന്നിട്ടുമില്ല. ഇങ്ങനെ വ്യാജ വാർത്തകൾ പരത്തി വിട്ടിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിലാണ് ചിലരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. പിന്നെ ഏറ്റവും അവസാനം അദ്ദേഹത്തെ ഉപയോഗിച്ച് അങ്ങനെ അദ്ദേഹത്തിന്റെ രൂപം ഉപയോഗിച്ച് വരെ വേട്ടയാടൽ നടന്നിട്ടുണ്ട്. ഒക്ടോബർ 1 ഞാൻ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞ് ഇതൊന്നും കഴിഞ്ഞോട്ടെ. ഒക്ടോബർ 1 ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞിട്ട് അന്ന് അവധി ദിവസമായിരുന്നു. ഞാനും തിരിച്ചു വരുന്ന ദിവസം കേരളത്തിൽ തിരിച്ചു വന്ന് അപ്പയെ കാണാൻ വേണ്ടി ഞാൻ ദിവാലിയുടെ ഒരു ദിവസം അവധി ഉണ്ടായിരുന്നു. വന്ന ദിവസം ഇവിടെ വാർത്തയാ, ഉമ്മൻചാണ്ടിയെ കൊല്ലുവാൻ മകൻ ശ്രമിക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാവരും ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളാ, നടന്ന കാര്യമല്ലേ. ഞാൻ അദ്ദേഹത്തിന്റെ മരണശേഷം ഇവിടെ ഒരു മെട്രോയുടെ ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്ന് എനിക്കൊരു ഡയറി തുറന്നു തന്നു. ആ ഡയറി തുറന്നു തന്നപ്പോ അദ്ദേഹം ഒക്ടോബർ 4 എഴുതി വെച്ചിരിക്കുകയാണ്, 2019 ജർമ്മനി പോയെന്നും ജർമ്മനിയിൽ വിദഗ്ധ ചികിത്സ ജർമ്മനിയിലെ വിദഗ്ധമായ ഹോസ്പിറ്റൽ നടത്തിയെന്നും ആ ചികിത്സ ഹോസ്പിറ്റലിൽ അസുഖം കണ്ടെത്തിയില്ല എന്ന് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ അദ്ദേഹം തന്നെ അത് ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാനിത് പബ്ലിക്കലി പറഞ്ഞേനെ. ഞാൻ ഇലക്ഷന്റെ തലേ ദിവസം പറഞ്ഞു അത് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അത് ഞാൻ പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ വേട്ടയാടി. അദ്ദേഹത്തെ ചെറുതായിട്ടൊന്നുമല്ലാതെ ആ ആരോപണം മനസ്സിനെ വിഷമിച്ചതെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ എഴുതി വെക്കത്തില്ല. പ്രത്യേക കുറിപ്പെന്ന് പറഞ്ഞാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വേട്ടയാടാവോ അതിലൊക്കെ വേട്ടയാടി അവസാനം എന്താ പറയുക, മരണത്തിൽ പോലും വളരെയധികം വേട്ടയാടൽ നടത്തുവാനുള്ള ശ്രമം. അതിനുശേഷം ഇലക്ഷൻ സമയത്തും ഞാൻ പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ സമയത്തും ഇതൊക്കെ ഉപയോഗിച്ചു. ഞങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുത്തില്ല, അസുഖമായിരുന്നു. എന്നിട്ടും ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് ചെയ്യുന്നവരെ ആലോചിക്കണം. പക്ഷെ ആ സമയത്ത് ചില പ്രതിപക്ഷത്തുള്ളവർ മര്യാദ കാണിച്ചു എന്നുകൂടി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ചില കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ വിരുദ്ധ കക്ഷിയിലുള്ളവർ ചിലർ മര്യാദ കാണിച്ചു, നേതാക്കന്മാർ മര്യാദ കാണിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വേട്ടയാടുകൾ ജീവിതം മുഴുവൻ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ വളരെ സംവേദനത്തോടെ നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിജയം. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം വിഷമിച്ചിരുന്നില്ല. പക്ഷെ അവസാനത്തെ നാളുകളിൽ രോഗവുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചില വാർത്തകൾ അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കിയിരുന്നു. അസ്വസ്ഥമാക്കിയതിന്റെ 2ാമത്തെ ദിവസമാണ് അദ്ദേഹം അവസാനമായി ആശുപത്രിയിലേക്ക് ഇവിടുന്ന് നെയ്യാറ്റിൻകരയിലോട്ട് പോവുകയും ചെയ്തത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ കരുത്ത് എന്നും കരുത്ത. ഇവിടെ ഹസനങ്ങൾ പറഞ്ഞത് ശ്രീരാമനോട് ഉപമിച്ചത് അത് എന്നെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഒന്നും അറിയാത്ത പ്രായത്തിൽ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ നസനെങ്കിലും അതിനോട് ചേർത്ത് വെച്ചാ പറഞ്ഞെങ്കിൽ എന്നെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ്. ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം ജീവിച്ചത്. എനിക്ക് അദ്ദേഹത്തിന്റെ സംരക്ഷണം ഇന്നും ഉണ്ട്. അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ പിന്തുണയാണ് ഇന്നും ഞങ്ങളുടെ കുടുംബത്തിന്റെ ശക്തി. നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹം, നിങ്ങൾ തന്ന കരുതൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഹസനങ്ങൾ വിലാപയാത്രയെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഇന്നും ആ കല്ലറ, ഞാൻ ഇന്നലെ കല്ലറ ചെന്നപ്പോൾ ആൾക്കാർ നിൽക്കുക ഇന്നും. അതാണ് എനിക്ക് അത്ഭുതം. നമുക്ക് ചിലപ്പോൾ സംഘടനാശേഷി ഉപയോഗിച്ച് ആളെ കൊണ്ടുവന്ന് വരെ പറയാം. പക്ഷെ ഒരു കല്ലറയിൽ ജനങ്ങൾ തുടർച്ചയായി വരുന്ന, അതും വിവിധ മതത്തിൽപ്പെട്ടവർ, വിവിധ സ്ഥലങ്ങളിൽപ്പെട്ടവർ വന്ന് തങ്ങളുടെ ആദരം അർപ്പിക്കുന്ന കാണുമ്പോൾ അതാണ് അദ്ദേഹത്തിന് കിട്ടാവുന്ന വിലാപയാത്രയ്ക്കപ്പുറം അദ്ദേഹത്തിന് കിട്ടുന്ന വലിയൊരു പിന്തുണ, സ്നേഹം. ആ സ്നേഹത്തിന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട്